ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. സന്തോഷവാർത്തയും പറയാനുണ്ട്, സങ്കടവാർത്തയും പറയാനുണ്ട്. ആദ്യം സന്തോഷവാർത്ത വേണ്ട, ആദ്യം സങ്കടത്തിൽ തുടങ്ങാം. സങ്കടമൊന്നുമില്ല, ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് ഞങ്ങളിപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നു. കണ്ടെങ്കിൽ അറിയാം, 4 കൊല്ലമായിട്ട് ഞങ്ങളുണ്ടാകുന്ന ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് ഞങ്ങൾ മാറ്റിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പോവാണ്. ഞങ്ങളുടെ പുതിയ ഡാൻസ് ക്ലാസ് നേരെ ഓപ്പോസിറ്റാണ്. അത് സന്തോഷവാർത്തയാണ്. സന്തോഷവാർത്ത വേറെ ഒന്നുമില്ല, ഇതിനേക്കാൾ അടിപൊളിയായൊരു സ്ഥലം ഞങ്ങളെ എന്താ പറയുക ഡ്രീം എന്നൊക്കെ പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സെറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വീടാണ്. ഞങ്ങളുടെ അമ്മയുടെ സ്റ്റുഡൻറ്റിൻ്റെ പാരൻസ് ഞങ്ങൾക്ക് തന്നാറുണ്ടോ. ഞങ്ങൾ ബിൽഡിംഗ് തട്ടിയിട്ട് അവർ പറഞ്ഞ ടീച്ചറെ ഞങ്ങൾ വീടിനെ അടഞ്ഞു കിടക്കുന്ന ടീച്ചർ എടുത്തോളൂ പണി ഞങ്ങൾക്ക് തന്നാട്ടോ. അപ്പോൾ അതൊരു സന്തോഷവാർത്തയാണ്. അപ്പോൾ ഇത് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടുന്ന് എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് എല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ സീലിങ്ങൊക്കെ ഞങ്ങൾ എല്ലാം കൊണ്ടുപോയി. ഇന്ന് അവിടെ ബാക്കിയിട്ട് ഡോറ് ഇവിടെ നിന്ന് ക്ലീൻ ആക്കണം. അതെ, ഗ്യാസൊക്കെ അഴിച്ച് നാളത്തോടെ എല്ലാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ബിൽഡിങ്ങിലേക്ക് കയറില്ല, ഇവിടെ വരില്ല. പക്ഷെ ഞങ്ങൾ ഇതിന് 2 ഇരട്ടി പവറായിട്ട് പുതിയ ഡാൻസ് ക്ലാസ് ഇടും. അത് വേറൊരു കാര്യം. എല്ലാ നാളുകളും മൊത്തടിക്കുന്ന പോലെ തന്നെ പുതിയൊരു ഡാൻസ് ക്ലാസ് ഞങ്ങളുടെ വരും. ഞങ്ങൾ പവറാക്കും. അതുപോലെ ഈ ചാനലിൽ പുതിയ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് തകർക്കാം. ഓക്കെ അല്ലേ? ഡൺ. അപ്പോൾ ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അവിടുന്ന് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഊരിയെടുക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡോറുകളും കുറച്ച് ക്ലാമ്പുകളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എല്ലാം ഊരി, AC ഒക്കെ ഊരി, ഗ്ലാസ്സൊക്കെ ഊരിയിട്ട് അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പോണതിൻ്റെ ഒരു 1 ദിവസം മുന്നെടുത്തതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡാൻസ് ക്ലാസ്സിനെ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ ഊരിക്കളയല്ലേ നമ്മൾ. അങ്ങനെ അല്ല, ഊരിക്കളയല്ല, ഇതൊക്കെ ഊരിയല്ലേ, ഊരിയിട്ട് വേറൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകല്ലേ. സോ അങ്ങനെ ഇത് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചിട്ട മാറ്റുകളൊക്കെയാണ്. പിന്നെ അതേ നമ്മുടെ ഫ്ലെക്സ്, സീലിങ്, ലൈറ്റുകൾ, ഗ്ലാസ്, AC ഇതൊക്കെ നമ്മൾ അയക്കേണ്ടി വന്നു. ഇപ്പം നേരത്തെ കണ്ട് ഒരു ചെറിയൊരു ട്രാൻസാക്ഷനാണ്. ബട്ട് അത് ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു ഹോൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് എങ്ങനെയാണോ ഞങ്ങൾക്ക് നന്നാക്കി എടുക്കാൻ പറ്റിയത് അങ്ങനെയൊക്കെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതേ ചെയ്യേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും, ഞാൻ, അമ്മ, ആമി ചേച്ചി, ഇവരൊക്കെ ഞങ്ങളെല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ട ഒരു ഡാൻസ് ക്ലാസ്സാണ്. പിന്നെ ഇതൊക്കെ അവിടെയുള്ള റൂമുകളാണ്. ഇതൊരു വീടാണ്, വീട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൂം, ഒരു ഡാൻസ് ക്ലാസ്സാണ്. പിന്നെ അതിൻ്റെ നിലയൊക്കെ വുഡാണ്. ഇതാണ് നമ്മുടെ കേട്ടോ ഡാൻസ് ക്ലാസ്സിൻ്റെ ഫ്രണ്ട്. ആകെ ചളി പിടിച്ച് കിടക്കുകയാണേ. ചേച്ചി ക്യാമറയിൽ നമുക്ക് തോന്നെ സ്ഥലം കിട്ടും. അത് തോന്നെ സ്ഥലത്ത് ഡാൻസ് ക്ലാസ്സിൻ്റെ ഇതൊരു വീട് പോലത്തെ ഡാൻസ് ക്ലാസ് കേൾക്കില്ല. നമ്മൾ ഫുൾ വീഡിയോ ഡാൻസ് ക്ലാസ് ടൂർ കാണിച്ചു ബാക്കി ആവശ്യം പറയും. ഇത് കണ്ടോ ചേച്ചി, അപ്പുറത്ത് കാണുന്നത് എന്താണ്? MS ഓഡിറ്റോറിയം. ഇത് ഞങ്ങൾക്ക് ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കി വെച്ചേക്കുന്നത്. ഇത് നമ്മൾ പെയിന്റ് അടിച്ചിട്ട് മാറ്റും. ഫുൾ പെയിന്റ് അടിച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇത് തുടങ്ങുള്ളൂ. നമ്മുടെ ഈ അടുത്ത ഞായറാഴ്ച നമ്മൾ ഉദ്ഘാടനം വരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് പെയിന്റ് അടിച്ച് കാണുന്നവർക്ക് പെയിന്റ് അടിച്ച് കളഞ്ഞിട്ട് നമ്മളിവിടെ പുതിയതായിട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്യും കേട്ടോ. അതാണ് നമുക്കുള്ള പ്ലാന്. അപ്പോൾ സാധാരണ ഫസ്റ്റ് ഈ അടിയിലാണ് ഈ ഹോളിലാണ് ക്ലാസ് ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നെ ബാക്കി നമുക്ക് ഞായറാഴ്ച ഇനോഗ്രേഷൻ വരുന്നത്. അത് ഗ്രാൻഡ് ആയിട്ടുള്ളതാണ്. ഡാൻസ് ക്ലാസ്സിൽ കാണിച്ചു തരാം. നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കാണിക്കും. അപ്പോൾ പിന്നെ നാളെ കണ്ടാലും. അപ്പോൾ ഇത് ഞാൻ അന്നേ ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഇനോഗ്രേഷൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒക്കെയാണ്.
ദേ നമ്മൾ താക്കോലൊക്കെ കൈമാറി അങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ താക്കോലൊക്കെ മേടിച്ചു. ഇതാണ് ഗൈസ് നമ്മുടെ റിയൽ ഇനോഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാല് കാച്ചൽ 14-ാം തീയതിത്തെ ചടങ്ങാണ് ഇത് എന്ന് പറയുന്നത്. ഇന്നൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. അന്ന് അമൃത ചേച്ചിയുടെ പിറന്നാളായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു സീനിയർ ചേച്ചിയുടെ പിറന്നാളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നുള്ള ഒരാളെ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ നടത്തിയത്. എന്ന് വെച്ചാൽ നമ്മുടെ നരിമട അമ്പലത്തിലുള്ള പൂജാരിനെ വിളിച്ചിട്ടാണ് നടത്തിയത്. പിന്നെ അതേ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മ ഉണ്ട്, മേമുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ നടനശ്രീയിലെ തുടക്കം മുതൽ നിൽക്കുന്ന കുറേ പേര് ഉണ്ട് നമ്മുടെ കൂടെ. ആ ഒരു ബാക്ക് ബോൺ എല്ലാവരും ഉണ്ടായിരുന്നു. സോ ദേ ഞങ്ങൾ അങ്ങനെ അവിടുത്തെ വിളക്കുകൊളുത്തി കഴിഞ്ഞിട്ട് നടരാജൻ്റെ അവിടെ വിളക്കുകൊളുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മെയിൻ കോർണർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കോർണർ എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു കേട്ടോ ഈ വീടും ഈ ഒരു കോർണർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അമ്മ ദക്ഷിണ വെച്ചിട്ട് പ്രസാദം മേടിക്കുകയാണ്. ചന്ദനാണ് കേട്ടോ അത്. അപ്പോൾ എന്നിട്ട് എല്ലാവർക്കും തൊട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞങ്ങളിതൊക്കെ തൊട്ടു. പിന്നെ അമൃതേശ്വര പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുത്തു. സോ അങ്ങനെ എല്ലാവരും ഇതാക്കുകയാണ്. അമ്മ ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. കുറേ പേര് അന്ന് വന്നിട്ട് കുറേ പേര് മീൻസ് അമ്മയ്ക്ക് അറിയുന്നവരും അതുപോലെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അഞ്ചേച്ചിയും കൂടെ വെറുതെ ഞങ്ങൾ മുന്നേ കളിച്ചൊരു ഡാൻസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തത് കേട്ടോ. അന്നായിരുന്നു നമ്മുടെ ഡാൻസ് ക്ലാസ് ഹോൾ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളെന്ന് പറയാനല്ല, മാക്സിമം കുറച്ച് പേര് അത്യാവശ്യത്തിന് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പത്മജ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുട്ടികളാണ് കേട്ടോ, നമ്മുടെ നടനശ്രീയിലെ കുട്ടികളാണ്. ഇത് പിന്നെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറാണ് സംസാരിക്കുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ വക എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു കലാശക്കൊട്ടാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഡാൻസ് കളിക്കാൻ. ഞാൻ ചേച്ചിമാരെ എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ വെറുതെ നിന്നിട്ടുള്ളൂ. साक्षात् परब्रह्म तस्मै श्री गुरवे नमः सरस्वती नमस्तुभ्यं. അപ്പം അതിൽ തല എൻ്റെ ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുന്നതിന് മുന്നത്തെ ഒരു വീഡിയോ ആണ്. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ശ്ലോകം ചൊല്ലുവാണേ. പിന്നെ ഇത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലൊരു കൊച്ചും മിടുക്കിയുടെ ഡാൻസ് ആട്ടോ. നമ്മൾ ആ മറ്റേ കൊണ്ടാട്ടം പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ അത്. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഡാൻസ് വെറുതെ കളിക്കണമെന്നാണ്. ഇതൊക്കെ അമ്മായി ഷൂട്ട് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. ആ ചേച്ചി അവിടെ നിന്ന് കളിക്കണ്ടേ, ഞാൻ അവിടെ നിന്ന് കളിക്കണ്ടേ. ഇതാണ് ഞങ്ങളുടെ അമ്മായിയുടെ മൂത്ത മോള് എന്ന് പറയുന്നത്. ശ്രീകുട്ടി എന്നാട്ടോ ഞങ്ങളെ കുളിക്കാറ്. അപ്പം ഇനിയിപ്പോൾ ഇടയ്ക്ക് അവളെ ഇനി വീഡിയോയിൽ കാണുന്നുണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും പോയി. ആ സമയം നമ്മളൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ നിന്ന് കളിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ ഉദ്ഘാടനത്തിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് തിരക്കൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല.
പക്ഷേ അല്ലാത്ത കുറേ വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് എല്ലാം ഒഴിഞ്ഞു, ആളൊഴിഞ്ഞ് മുമ്പ് വരുന്ന ഡാൻസ് ക്ലാസ് കിടക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മതാ പോകുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ സ്വർഗ്ഗരാജ്യം. ഇപ്പം ഞങ്ങളിനി വീഡിയോ ക്ലിപ്പിങ്സ് കേട്ടിട്ടില്ല ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞു. അപ്പം അമ്മ അതൊക്കെ വയ്ക്കുന്നുണ്ട്. അമ്മ നടരാജനോട്ടിൽ വിളക്കൊക്കെ വയ്ക്കുവാണ്. ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് എനിക്കൊന്നും കൂടെ വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ. ഇത് ഈ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, എന്താ വെച്ചാൽ അമ്മയുടെ ചെറിയ മോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. സോ ഇവരെന്നെ കൊണ്ടുപോകാണ്ട് പോയിട്ട് എടുത്തതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ ഡാൻസ് ക്ലാസ്സിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ക്ലാസിക്കൽ റിയൽസ് ആണ്. എന്ന് വെച്ചാൽ ഇതുപോലെ കളിച്ചിട്ട് എടുക്കുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഞാൻ എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് എടുക്കണതാണ്. അപ്പോൾ ഇത് കളിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്, വീഡിയോ എടുക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് അടിച്ചിട്ട് അപ്പോൾ ടാറ്റാ.